അത്തിമല കഴിച്ചു. 4-ാമത്തെ ദിവസം കൊയ്യാൻ തുടങ്ങണം. കൊയ്തില്ലെങ്കിൽ വെട്ടിക്കളഞ്ഞ് എന്നോട് പറയും വേണ്ട ഇങ്ങനത്തെ കാര്യം നോക്കി. അവർ ചിലപ്പോൾ നമ്മൾ ഉന്നതി മാത്രം 19 കട്ടാതെ വരാൻ ഒന്നും വരാൻ കഴിയില്ല. നേരെ അങ്ങോട്ട് കൊടുത്തത് കർത്താവ് വിഷയത്തിൽ ഫലം പുറത്തിരിക്കുന്നവരാണ്. യോഗം ഞാൻ 18 ഒന്നൊക്കെ 7 ഉള്ളതാണ്. അത് വളരെ നല്ല വചനമാണ്. വിഷയത്തിലേക്ക് ഒന്നുമില്ല. 7-ാം വാക്യം പ്രധാനമായിട്ട് ജ്ഞാപകം വരുന്നത്. ഞാൻ എന്റെ പിതാവ് കൃഷ്ണാർത്ഥമാണ്. എന്റെ ജ്ഞാനങ്ങളിൽ ഫലം തരാത്തവരെ അവരുടെ നീക്കളഞ്ഞു. എന്നാൽ ഫലം തന്നതിനെ കൂടുതൽ കാഴ്ചകളായി അവർ വെട്ടിയൊടുക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കും, ഞാൻ നിങ്ങൾ എന്നെ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്നിൽ നിൽക്കാതെ ചാടിക്ക് പുറത്തുള്ള സ്വയമായ ഫലം പങ്കെടുക്കാൻ സാധിക്കാത്തതുപോലെ എന്നെ വസിക്കുന്നത് നിങ്ങൾക്ക് മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം ഒന്നും കുറേക്കും തന്റെ പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനങ്ങളെല്ലാം ദോഷത്തരമാണ്. ലൗകിക മനുഷ്യൻ അവനാണ് ഇവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആരും തേടിയാണ് പോകലല്ല ഈശ്വർ. പക്ഷെ ഈശ്വർ പ്രവർത്തിക്കുന്ന ആരോഗ്യാണ് പട്ടിക്കുകയാണ്. പിന്നെ എനിക്ക് കർത്താവിന് ഇടവർ വരുന്നത്, അതായത് മക്കള് റോമായിട്ട് 14 17 അപ്പം പിതാവിനെ ലഭിക്കാൻ അവകാശം കിട്ടുന്നതാണ്. ആ അവകാശം വിശ്വാസത്തിൽ കർത്താവിനെ കണ്ടത് ആ കർത്തനം പാലിക്കുന്നതാണ്. അപ്പം പിതാവിനെ കാണിക്കുന്നത് ആത്മാവ് തന്നെ. ആത്മാവ് അഭിനാമെ ദൈവം എല്ലാത്തിനും മത്തായി 7:12 മനോ ലൂക്കാ 11 7:13 ചോദിക്കാൻ മക്കളിൽ കടക്കപ്പെടാൻ കഴിയില്ല. ദാഹം നല്ല ദാഹം വേണം. അതായത് പതുക്കെ പതുക്കെ വല്ലപ്പോഴും പാല് കുടിച്ചാൽ പറഞ്ഞാൽ കഴിയില്ല. 4 ദാഹം കുറേ നടക്കണം. 1 യോഹന്നാൻ 2 1 താഴ്വതവനം ഈശോ നടന്ന അതേ വഴിയിൽ കൂടി തന്നെ നടക്കാൻ നോക്കണം. അതിന്റെ പലരും വരും, അതൊന്നും വരുമ്പോൾ വരും. അതിനുള്ള കൃതകത്തുള്ളതില്ല. ഇതുകൊണ്ടാണ് ഒന്ന് പോയി പറഞ്ഞത് ഇത് പൗരത്ത് പറയുന്നത് പലതുകൊണ്ടാവും ഹൃദയത്തിൽ അഹങ്കാരം മുറ്റിരിക്കും. ഇതുകൊണ്ടാണ് ചെറുക്കാൻ പ്രവാചകൻ 50-31 ചെറിയാറുള്ളത് അഹങ്കാരി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഒരു അത് ആണുങ്ങളോടോ പെണ്ണുങ്ങളോടാണ് ഒരു പെണ്ണ വായിച്ചോക്കാൻ വായിച്ചു ആരോടൊപ്പം നിങ്ങളോട് തീരുമാനിച്ചാന്ന് പറഞ്ഞു. അഭിപ്രായമാണ് അവര് അടിയവരുന്നത്. മേജർക്ക് സഹായിക്കാൻ നേരത്തെ പറയാനത് സർവീസിലായിരിക്കും. സർവീസാണ് അതെല്ലാം ചെറുപ്പിലാണ് കാണുന്നത്. സിറ്റോസ് 1 16 ഭാഷയ്ക്കുണ്ട്. നിർമ്മല ഹൃദയത്തെല്ലാം നിർമ്മലമാണ്. മലിന ഹൃദയത്തിൽ അഭിശ്വാസത്തിൽ അവർക്ക് നിർമ്മലമാണ്. പല പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ് മത്തായി 11 33-37 കാരണം. കർത്താവ് അറിവ് ചെയ്യുന്നു, അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈനികന്റെ ദൈവമായ കർത്താവ് അറിവ് ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവർ കാൽപ്പത്തിൽ വീഴും. അവരെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവന്റെ നഗരങ്ങൾക്ക് ഞാൻ തീവയ്ക്കും. അവർ ചുറ്റുമുള്ളവരെയും വിഴുങ്ങും. നീ അഹങ്കരിക്കുവാൻ തീവെടുക്കാവും. പിന്നെ ചുറ്റുമുള്ളവർ വീഴുന്നു. കണ്ടോ വചനം കേട്ടോ? അടുത്ത പറയുന്ന വലിയ സ്ഥലവുമായിട്ട് ഒറ്റക്കൊരു വീടെടുത്ത് കണ്ടതിലൊക്കെ താമസക്കാരെ എല്ലാവരും ഒഴിപ്പിച്ചു മനസ്സിൽ ഏക്കറ കണക്കിന് ഞാനതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊടുക്കുകയും അതിന്റെ ചുവട് തിളക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ മുൻപടികളും മുഴുവനും നടന്നു. അതിന്റെ മഴ വർഷിക്കുന്നതിന് ഞാൻ മേഘങ്ങളോടും പ്രഖ്യാപിക്കും. മറ്റാർക്കും വർഷിക്കാൻ ഇടം കിട്ടാത്തതും വീടോട് ചേർത്ത് വയലോട് വായിച്ചേർത്ത് അതിന്റെ മധ്യത്തിൽ ചവിട്ടി താമസിക്കുന്നവർക്ക് ദുരിതം ദുരിതമാണോ? അതുകൊണ്ടാണ് പിന്നീട് 2 കൊല്ലം കഴിയുമ്പോൾ അവിടെ എല്ലാം തമ്മിൽ ഈശോയിലെങ്കിലും ജീവനുണ്ടാവുമോ? ഇല്ല. ഭൗതിക ഞാൻ പറയുന്നു ജീവനില്ലാത്ത അവസ്ഥയാണ്. ഈശോയുടെ വചനമില്ലെങ്കിൽ നിലനിൽക്കുമോ? ഇല്ല. ഈശോയുടെ വചനങ്ങളിൽ മരണമുണ്ടോ? രോഗിനെ കണ്ടെത്തുന്നു. മരണമില്ല. മരണത്തെ ഭയപ്പെടുമോ? അപ്പൊ മരണത്തെ ഭയപ്പെടുന്നവർ തോന്നിയും പേരുള്ളൂ. കുറച്ചേരും പറഞ്ഞാൽ പറയില്ലെന്ന് പറയും. ഈശോയെ കൂടുതൽ ശക്തി
കെട്ടുപാടിക്കണം, ആത്മാവിന് കെട്ടുപാടിക്കണം കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കെട്ടുപാടും. ഭക്ഷണത്തിൽ കടത്തിലുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ തുടക്കത്തിൽ കെട്ടുപോകണം. എത്രയായാലും പറയുന്ന ഒപ്പത്ത് ഭക്ഷണത്തിൽ കടത്തിലുള്ളവർക്ക് ആത്മാവിന് ശക്തി കിട്ടില്ല കേട്ടോ. അത് പല പ്രബോധനങ്ങൾ കേട്ട് കഴിയുമ്പോഴേ ഇതൊക്കെ വരും കേട്ടോ. അതുപോലെ തന്നെ ധനത്തിനുള്ള ആസക്തി ദൈവഭക്തി ധനത്തിനുള്ള ഒരു മാർഗമായി വന്നാൽ നമ്മുടെ എല്ലാ വിശ്വാസം പോകും. ഒന്ന് തിമോത്തി 6:3 ഒന്ന് തിമോത്തി 6:3 ധനമോഹം വായിക്കണം. മറ്റത് 6 ഒന്ന് തിമോത്തി 6:10 9-10 ധനമോഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം. ധനമോഹം കൊണ്ട് അനേക വിശ്വാസത്തിന് വ്യതിചലിക്കുന്നു. ഇത് പറയുന്ന ധനമോഹം ഒരു മാർഗമായിട്ട് മാറ്റും. പല പ്രബോധനങ്ങളിൽ പോയാലോ അവിടെയുണ്ട് ഇവിടെയുള്ള യേശുവിനൊക്കെ പല അവസാനമാണ് എന്തോ പോകും. അവരുടെ അത്ഭുതമാണ് അത്ഭുതം കാണാനായിട്ട് പോകും. അവനെ വ്യക്തിയെടുത്തോളം. കാരണം വെളിപാട് 16-ാം അധ്യായത്തിലൊക്കെ 13-14-ാം അധ്യായത്തിൽ അതാണ് ഹൈനോക്കാർക്കുള്ള ഓർമ്മ എല്ലാം കൂടി അല്ലോ. ശിവശക്തിപ്പെട്ടാൽ എല്ലാം വെളിയിലൂടാണ്. അവനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കും. അവനുമായി സംസർഗം പറഞ്ഞ് അവരുടെ കാര്യം അന്വേഷിക്കാൻ പാടില്ലെന്നാണ് നിയമാസന പാത്രമില്ല. 29-32 അവരുടെ പേര് ഉച്ചരിക്കാൻ പാടില്ല. അവനെയാണ് അവർ ബന്ധിക്കുന്നത്. അവരവർ പോകുന്നുണ്ടോ. ഇതുകൊണ്ടാണ് വ്യാജ പ്രഭാവകന്മാരുടെ അപ്പസ്തന്മാരനായി പോകും. കഴിഞ്ഞ കുറേ 15 മനസ്സിലാക്കി. അത് ദൈവത്തോട് പറഞ്ഞതല്ല, അങ്ങയുടെ കാര്യങ്ങളല്ല. അതൊക്കെ താനെ നശിക്കുമ്പോൾ കഴിയുമ്പോൾ ദൈവത്തോട് പറഞ്ഞതല്ല. അവർ സ്ഥാനം നിർമ്മിക്കും. തീർന്ന സൈക്കിൾ മാത്രമേ ഈശോ നടത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. അതേതാണ് അപ്പുറത്തോട് 5:41 സർട്ടിഫിക്കറ്റ് ഉണ്ട്. സൈക്കിളിന്റെ സർട്ടിഫിക്കറ്റ് അതാണ്. അത് തിരിച്ചു പോകുന്നത് 27 വേണം. വിശ്വാസത്തെ മാത്രമല്ല സഹിക്കുവാനുള്ള ശക്തി ഈശ്വരൻ. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്നുള്ള അടയാളമാണ് നിങ്ങൾ പഠനശക്തി. സഹിക്കുന്നതോട് കൂടി സഹിച്ചു വരുന്നതാണ് കർത്താവ് നിർവഹിക്കുന്നത്. കർത്താവ് ഈശോ വരുമ്പോൾ യെശയ്യാ 36:1-10 അതാണ് അമ്മായിമ്മ മരുമകൾക്ക് ഒരു കണ്ടതിൽ കടക്കും. കണ്ണടങ്ങിയ അമ്മായിമ്മ പല ദൂരെ നിലവാരത്തിൽ ദൂരെടുത്തവർക്ക് പറഞ്ഞത് 6-10 ഇതൊന്നും അച്ഛൻകുട്ടിയുടെ ഒന്നിച്ചു എല്ലാം നടക്കും. ഞാൻ വായിക്കാണ് അറിയാം എന്താ സംഭവിക്കുന്നത്. അപ്പോഴേ അമ്മായിയോട് കൂട്ടുകൊണ്ടുപോകുന്നത് ഈശോയിലേക്ക് അമ്മയൊക്കെ കാണിക്കണം. വേറെ അമ്മയൊക്കെയാണ് എന്നിട്ട് പറയാൻ എന്ത് പറയുന്നത് പത്തിനുണ്ട് എന്തോന്നുള്ളൂ പല്ലിനുണ്ടല്ല ഗോതമ്പുണ്ടാക്കിയ അമ്മായിന്ന് വെച്ചാൽ പല്ലിടിച്ച് കാണിക്കണം. എന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരിക്കലും സ്ഥലത്ത് പോയിട്ട് അതിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പെട്ട 5 മാസമാണ്. അപ്പോൾ ആ സഹോദരി പറയുന്നുണ്ടായിരുന്നു അമ്മായിന്ന് ഇതുകൊണ്ട് കൊത്തുകൊണ്ടുണ്ടാക്കിയത് കളിക്കുന്നുണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാക്കിയത് അമ്മായിന്ന് കൈകൾ ചെയ്യാനുണ്ട്. അതാ വൈകാരികമാണ്. വൈകാരികം മണ്ണ് പറയാൻ തോന്നുന്നറിയാം. വിശേഷം പറയാം. ഏപ്രിൽ 12 14-17 15-ാം വാക്യം ഹൃദയത്തിൽ വിശേഷം നീരസം ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് വളരെ അപ്പൊ മുസ്ലിം മാത്രമല്ല വേറെ പല പ്രാവശ്യവും പോകും കേട്ടോ. ചില നാക്ക് നിയന്ത്രിക്കരുത് കേട്ടോ. അതിനൊക്കെ ക്ഷമിക്കണം. ചങ്ങോട്ട് മാത്രമേ എല്ലാം തോപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതിലെ കിടക്കുന്ന അങ്ങനെയാണ്. ഇതാണ് കുഞ്ഞുങ്ങളെ പോലെ ആകാൻ കുഞ്ഞുങ്ങളെ പോലെ. അതാണ് മത്തായി 19 13 ആ 14 വരുന്നതാണ് 14 വർഷത്തിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ പോലെ ആകാനായിട്ട്. നിങ്ങളുടെ പറയുന്നുണ്ട് ലൂക്കാ 9 46-48 കുഞ്ഞുങ്ങളെ പോലെ ആകാൻ ഈശോ പറയുന്നത്. മാർക്കോസ് 10 41-45 ഏറ്റവും വലിയവനാണ് സകലമൊക്കെ എന്താ ശിഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ആത്മീയതയിലും ഒത്തിരിയും ആത്മാവിലെ ശരിക്കും നമ്മുടെ ആത്മാവിന്റെ തൊഴിലല്ലെങ്കിൽ ആത്മീയതയിൽ വരും. ഈശോ പറഞ്ഞിരിക്കുന്ന മത്തായി 10:8 നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ദാനം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. സൗജന്യമായി ദാനമായി തന്നു ദാനമായി കൊടുക്കണം. എല്ലാം ദൈവീയ ദാനമാണ്.
യേശു പറയുന്ന ഉറച്ച വചനം മതി നിങ്ങളെല്ലാം കർത്താവിനെ കൊണ്ടുവരുന്നുണ്ട്. യോഹന്നാൻ 4:10 ആളെ പറയുന്നത് അമേരിക്കൻ സ്ത്രീകൾ സ്വാമി 5 ഭർത്താക്കന്മാർ കുറെ എല്ലാ ചെയ്തുകൊണ്ടേക്ക് വന്നിരിക്കുകയാണ്. അവർ പറയുന്ന അവർ വായിച്ചിട്ട് ബൈബിൾ അവർ കൊട്ടിയെന്ന് പറയുന്നത് എന്താ എല്ലാത്തിനേക്കാളും കൂടുതൽ ബൈബിളൊന്നും ചെയ്യുന്നതാണ്. അവനെല്ലാവരും ഈശ്വരമെന്ന് പറയുന്നു. ദുർക്കാർ 4:9 പ്രധാനന്മാരെ ഇനി ഞായറാഴ്ച മതി ദുർക്കാർ 4:6 പേരും എനിക്കെല്ലാം പറയണം. ഈ പരപ്പവന അധികാരമാർക്കാണ് ഈ ലോകത്തിന്റെ അധികാരം. അവനാണ് ചെയ്യുന്നതെന്ന് അതിലൊക്കെ വന്നപ്പോഴാണ് സുഖമായിട്ട് ബൈബിളിൽ എന്ന് പറയാം, ഈശ്വരൻ എന്ന് പറയാം. കൃപയിൽ വരുന്ന മതികൾ എല്ലാം കൃപയിൽ കൂടി വരണം. കൃപയവൻ നയിച്ചു അതാണ് മാതിരി. അതിന് പാപത്തിന് വിടവാതിരിക്കണം. അതിന് കൃപയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധിപ്പെട്ടവരുണ്ടാകുന്ന പൗരസും ഭക്തവും ഭക്തരും കണ്ടോ. ആ വെളിപാട് 7:9-17 വനം കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി നടത്തിയപ്പോൾ ജൂൺ 17 ആ അച്ഛൻ പറഞ്ഞ ആരാധന കുറിച്ച് നോക്കാൻ മനസ്സിലാണ്. അപ്പൊ 1 മണിക്കൂറാണ് ഞാൻ പറഞ്ഞു. ആ ആരാധന കർത്താവ് ശക്തിയെ പ്രവർത്തിച്ചു. ഈ വചനം വായിച്ചു. ആരാധന വചനമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നത്. ദൈവത്തെ സ്തുതിച്ചാലും സാധിക്കും. അതിലുണ്ടോ പിന്നെ അതിലില്ല. ദൈവസ്നേഹത്തിന് അതിലുണ്ടോ? അതുമില്ല. എഫേസ്യർ 3:16-19 അടക്കാൻ സാധിക്കുന്ന ദൈവസ്നേഹം ബുദ്ധികളെ കാണാൻ സാധിക്കണം. അത് കുറെ അനുഭവിക്കുന്ന അമ്മയുടെ സ്നേഹത്തിൽ നിന്നാണ്. നമ്മുടെ സ്വന്തം അമ്മയുടെ സ്നേഹത്തിൽ നിന്ന്. അമ്മ മനുഷ്യരുടെ ദുഃഖം തോന്നുന്നു. അമ്മ മനുഷ്യരുടെ ദൈവം കാണാനായിട്ട് സാധ്യതമാണ് അവനെ ആ സ്നേഹം. നിങ്ങൾക്കിപ്പോ കഴിച്ചു വരുന്നില്ലേ നമ്മുടെ കാര്യം ഉണ്ടോ? അപ്പോഴത്തെ അങ്ങനെയും വരാം. അപ്പൊ നമ്മൾ ശരിക്കും വരണം അമ്മയുടെ. അപ്പൊ ആ അമ്മയെ ഓർക്കുമ്പോ നമ്മളെ വൈത്തറിയാമെ എല്ലാം മാറുകയല്ലേ. ഞാനും എവിടെയും ഒളിച്ചിരിക്കുന്നത്. ഞാൻ അമേരിക്ക 22-30 ജ്ഞാനം വിശ്രമിക്കാൻ പറ്റുമോ? സാധ്യമല്ല. ആർക്കും വിധികൾ സത്യമില്ല. അതെല്ലാം കന്യാമത്തിന്റെ ഹൃദയത്തിൽ നോക്കി അറിയാം. ഈശ്വരന്റെ ഹൃദയത്തിൽ അതാണ് ഈ കൊളോസസ് 3:4 പറയുന്നത്. ജ്ഞാനമെല്ലാം ഒളിച്ചെടുക്കുന്ന ഈശ്വരനാണ്. ഈശ്വരൻ ദൈവം തന്നെയാണെന്ന് ഒന്ന് പറയുന്ന സ്വന്തം 24 ഞാൻ ഒന്നെ പറഞ്ഞിട്ടില്ല. ഈശ്വരോ എന്താ പറയുന്നത്? ദൈവം തന്നെയാണ് ഈശ്വരൻ. യാതൊരു സംശയം വേണ്ട. ഇതാണ് പുസ്തകം പരിശുദ്ധാത്മാവ്. ആ ഈശ്വരൻ അറിഞ്ഞറിഞ്ഞുകൊണ്ട് അളവുണ്ടാവും. സാധ്യമുണ്ട്. ബുദ്ധി അറിഞ്ഞത് സ്നേഹം മുഴുവനായിട്ട് പോയാൽ മതി. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ. അതുകൊണ്ടാണ് രക്ഷിക്കാൻ 49-16 പറയുന്നത്. തെറ്റമായ കാലം അമ്മയെ മാത്രം സ്നേഹിക്കുന്നു. അതിനേക്ക് അമ്മയുടെ മറക്കേ മകളത്തിലേക്കായാലും നാം ക്ഷമിക്കണം. വരാനുള്ള സ്നേഹം അപ്പം ക്ഷമിക്കില്ലെങ്കിൽ അമ്മ ക്ഷമിക്കും. എന്താ അമ്മയുടെ സ്നേഹമാണ്. ആ സ്നേഹം അതിനേക്കാൾ എത്രയോ വലുതാണെന്നല്ലോ. 31 അനന്തമായ സ്നേഹമാണ്. അപ്പൊ അമ്മ ഇല്ലാത്തവരിലേക്ക് ഒരു അവസ്ഥയിലാണ് അസ്വസ്ഥത, സ്നേഹത്തിന്റെ കുറവ്. പക്ഷെ അമ്മയാണ് കണ്ടാൽ അമ്മ വഴക്കുറഞ്ഞാൽ കഴിയാൻ എല്ലാം നന്മയ്ക്കായിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയായ 12 5 വർഷത്തിൽ വരെ നിങ്ങൾ പ്രകടനം കിട്ടും, ശാസ്ത്രം കിട്ടും. ശാസ്ത്രം ഇഷ്ടമില്ലാത്തവരുടെ ദൈവം കാണാം. പ്രേമനാൾക്ക് ഇഷ്ടമില്ലാത്തത് അവർക്ക് കാലത്ത് ശാസ്ത്രം മേടിക്കാൻ പറ്റൂ. ശാസ്ത്രം നല്ല ശാസ്ത്രമായിരിക്കണം. അതാണ് പ്രോജക്റ്റിക്കേറി വരുന്നത് പറയുന്നത്. 2 തിമോത്തി 3:16 ശാസ്ത്ര വാർത്തകൾ 15-ാം അധ്യായത്തില് 5, 10, 12, 32 വചനത്തിലെല്ലാം ശാസ്ത്രം കഴിക്കുന്നവരാണ് വേഗം വരുന്നത്. വിഷയമുണ്ട് ശാസ്ത്രം കഴിക്കുന്നത്. അപ്പൊ ശാസ്ത്രം സ്വീകരിക്കണമെന്നാണ്. ഏതിലേക്ക് വരുമ്പോൾ പ്രഭാഷകൻ 3 പഴയുമ്പോഴെല്ലാം പറയുന്നത്. അത് വായിച്ച നല്ലതാണ്. കാരണം എങ്ങനെയാണ് കൃപ വരുന്നതെന്ന് നിങ്ങൾ അറിയണം. വെറുതെ വൈദ്യമായിട്ട് പറയും അതാണെന്ന് പറഞ്ഞപ്പോൾ പറ്റിയില്ല. എങ്ങനെയാണ് അവരെ സൗകര്യയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അധിപതമായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതരാണ് അത്രമാത്രം വലിയവരാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്.
വിനീതർ അവർക്ക് മഹത്വപ്പെടുത്തുന്നു. അതികഴിവുകൾക്ക് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏതിനെ പറ്റി ചിന്തിക്കുക നിഗൂഢമായതിനൊരു ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടുമ്പോൾ എന്നാൽ മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഞാൻ ആദ്യം കൊടുക്കുന്നുണ്ട്. സഹോദരി 18 കേസുകളുടെ നാട്ടിൽ അവരെന്താ പറഞ്ഞത്? അവർ വായിക്കണം. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ സഹോദരി അതുവരെ ഇങ്ങനെ തിരിച്ചു ഈ വചനം കേട്ടപ്പോൾ ഇതിനോട് തന്നെ ഡിസ്റ്റർബ് അങ്ങനെയാണ് ഈ 1-12 കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ വല്ലതൊന്നും ആദ്യത്തെ വിഷം കാട്ടാനുള്ളത് പല ധ്യാനങ്ങൾക്ക് ഒരു വിഷം കത്താൻ ആ വിഷയങ്ങൾ തെറ്റായിരിക്കും. അവരുടെ മാറ്റം നോക്കിക്കുന്ന ആണ്. അതാണ് ഇതൊക്കെ 14 നിങ്ങൾ പോയി വായിച്ചിട്ടിറങ്ങിയ 23 മാറ്റിയാൽ അപ്പൊ കുറെ ആത്മാവിനെ പ്രയോജനപ്പെടുത്തുന്നില്ലേ? വചനത്തിന് ശക്തി വന്ന് വചനത്തിന് ശക്തി വന്ന് വളർന്ന് എല്ലാം കഴിയുമ്പോഴാണ് എബ്രായ 5:14 വാക്യം അത് വായിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് കൃപ. അതുകൊണ്ടാണ് എവിടെ പറയുന്നത് അതൊക്കെ വേണ്ടില്ല. 2 നാളുകളാണ് സ്വസ്ഥമായിരിക്കുന്നതാണ്. 7 മക്കളുടെ 18